അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ പണ്ട് മുതലുള്ള ഒരു വീക്ക്നെസ്സാണ് എനിക്ക്. എന്ത് മനസ്സിൽ വിചാരിച്ചിട്ട് ആ ഒരു ടൈമിന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കണം. അങ്ങനെയാണ് ഇന്ന് ഞാൻ ഈ ഒരു റെസിപ്പി, അതായത് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ബ്രെഡ് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ. വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്ത ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കിക്കളഞ്ഞാലോ. ആദ്യം ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കുറച്ചധികം തന്നെ ചിക്കൻ എടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പിച്ചിയെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് തന്നെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില വേണം. അതുകൂടി ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു കപ്പ് അളവിൽ മയോനൈസാണ്. അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ 4 മണി പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ അളവിൽ ബ്ലാക്ക് പെപ്പർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ചിക്കൻ വേവിച്ചെടുക്കുമ്പോഴും അതുപോലെ തന്നെ മയോനൈസിനൊക്കെ കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എനിക്കുള്ള ഒരു എരിവിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അതായത് ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പ് എരിവൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പം മസാല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് എരിവ് കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഉണ്ടായി. അങ്ങനെ വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സാൻഡ്വിച്ചിനൊക്കെ എടുക്കുന്ന ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു അല്പം വലിയ ബ്രെഡില്ല, അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതൊരു ബൗൾസ് ആക്കിയിട്ട് എടുക്കേണ്ടതാണ് ഈ ഒരു പലഹാരം. അങ്ങനെ ബ്രെഡ് എടുത്ത് വെച്ച് അതിൻ്റെ ആ ഒരു സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ബ്രെഡൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിച്ച് അറിയും. കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങളോട് ചോദിച്ചറിയാം. ഞാൻ ഇന്നലെ വിചാരിക്കുന്നുണ്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പം തന്നെ എനിക്ക് ഉണ്ടാക്കണം. പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്. എന്ത് പലഹാരം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാലും അത് ആ ഒരു സ്പോട്ടിന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും ഞങ്ങൾക്ക് വേണം. അതായത് ഈ ഒരു കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം കൊണ്ടാണ് ഞാനിപ്പോൾ ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. എന്തായാലും ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയിട്ട് വരാം. അങ്ങനെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഞാൻ ഓരോരോ ബ്രെഡും എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ ഒരുപാട് അങ്ങ് കുതിർത്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് 2 ഭാഗത്തും ഒന്ന് മുക്കിയെടുത്താലും മാത്രം മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. കാരണം ഒരു കയ്യിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മാത്രം മതിയേ. അപ്പോഴേക്കും തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളയാൻ പറ്റും. അങ്ങനെ അതിന് ശേഷം ഈ ഒരു രീതിക്കാണ് കിട്ടാൻ. എന്നിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂണാണ് ഈ ഒരു ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ നനവുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിതിനെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ഒരു ഫില്ലിങ്സൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു നനവുള്ളതുകൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് ബൗൾസാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് ഞാൻ ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ബ്രെഡ് എടുക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സാൻഡ്വിച്ചിനൊക്കെ എടുക്കുന്ന ബ്രെഡ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം ഒരല്പം വലിയ ബ്രെഡ് തന്നെ വേണം. തീരെ ചെറിയ ബ്രെഡാണെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം കുറച്ച് വലിപ്പമുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കാം. അങ്ങനെ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതേ രീതിക്ക് തന്നെ ചെയ്തെടുക്കാം. ഇത് രണ്ട് ഭാഗവും ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അങ്ങനെ ഇത് അതിൻ്റെ മുകളിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് വീണ്ടും ഞാൻ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ അളവിലാണ് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഞാൻ വീണ്ടും ഇതിനെ ഒരു ബൗൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സിന് കണക്കായിട്ട് ബൗൾസാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടാമത്തതും ഈ ഒരു നല്ല രീതിയിൽ തന്നെ ബൗൾസാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ബൗൾസാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ ഇത് മുഴുവനായിട്ടും ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ തന്നെ ഞങ്ങൾ ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ല, അതിലേക്ക് ഇത് ഓരോരോ ബൗൾസ് എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുട്ടയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ ഒരു ബ്രെഡിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിലേക്ക് നല്ല രീതിയിൽ ഇതിൽ യോജിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൗൾസ് മുഴുവനായിട്ടും ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞങ്ങൾക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാനിത് അടുപ്പിലൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിനൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഞാൻ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലേക്ക് ഈ ഒരു ബൗൾസ് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മാത്രമാണ് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഞങ്ങൾക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ അതായത് ബ്രെഡാണല്ലോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്കൊക്കെ വേണ്ടത് വെറൈറ്റി പലഹാരമാണല്ലോ. അപ്പോൾ ഇതാ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാനിത് വെറൈറ്റി പലഹാരം തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു ഫില്ലിങ്സ്, അതായത് ഇതിൻ്റെ ഒരു മസാലയില്ല, അതൊരു വെറൈറ്റി ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതാ ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് പറയുന്നതാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.